തിരഞ്ഞെടുപ്പ് കാലത്ത് UDF സർക്കാർ സ്ത്രീകൾക്ക് നൽകിയ സുവർണ വാഗ്ദാനമായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര. ഇന്നിപ്പോൾ പ്രിയദർശിനിക്ക് തുടക്കമായതോടെ മുഖ്യമന്ത്രി VD സതീശന് കരഘോഷമാണ് എല്ലായിടത്തു നിന്നും. ഇപ്പോഴിതാ VD സതീശന് ഇക്കാര്യത്തിൽ നേരിട്ട് അഭിനന്ദിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ BJP വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർത്തിയത്. KSRTCയുടെ കോടികളുടെ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞവർക്ക് തിരിച്ചടിയായത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം. തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പദ്ധതിയാണിതെന്ന് പറഞ്ഞ അദ്ദേഹം പ്രിയദർശിനി വൻ വിജയമാകട്ടെ എന്നുമായിരുന്നു ആശംസിച്ചത്. പദ്ധതിക്കെതിരെ BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ അനുകൂല പ്രതികരണം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം രാത്രി വരെ സ്ത്രീകൾക്ക് ചില ഭയാശങ്കകളോ പ്രതീക്ഷയില്ലായ്മയോ നിഴലിച്ചിട്ടുണ്ടാകാമെന്ന് പറഞ്ഞ അദ്ദേഹം എന്നാൽ ഇന്ന് സ്ത്രീകൾക്ക് പുതിയൊരു സ്വപ്നത്തിന്റെ വിരിയൽ കൂടിയാണ് ഈ പദ്ധതിയെന്നും കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കാലത്ത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് ജോലിക്കും വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുമായി പുറത്തു പോകുന്നത്. പണ്ട് ഇങ്ങനെയില്ലായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത്. എല്ലാം കൊണ്ടും വൻ വിജയം ആശംസിക്കുന്നു. തുടരാൻ സാധിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കെൽപ്പനുസരിച്ചാണ് പദ്ധതി ഭാഗികമായും പൂർണ്ണമായും നടപ്പാക്കിയിട്ടുള്ളത്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതോടെ ഇതിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗതത്തെക്കാൾ കൂടുതൽ ബിരുദ സാമ്പത്തികത്തിലുള്ളയാളാണ് CP ജോൺ. മുഖ്യമന്ത്രിയും CP ജോണും ചേർന്ന ഗതാഗത മേഖലയെ നല്ല വഴിക്ക് കൊണ്ടുവരുമെന്നും അതിനുള്ള കരുത്ത് ഇരുവർക്കും ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 3125 ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കുക. ഓർഡിനറി ബസ്സുകളുടെ സബ് ക്ലാസ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം KSRTC പുറത്തിറക്കിയിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ പട്ടികയായിരുന്നു KSRTC പുറത്തുവിട്ടത്. ഓർഡിനറി വിഭാഗത്തിലെ 7 ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ക്ലാസുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാകുക. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ. സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തിരിച്ചറിയൽ കാർഡോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ് പ്രിയദർശിനിയിലൂടെ ഉന്നം വെക്കുന്നത്.